ഇടതുമുന്നണി എന്ന് കേട്ടാൽ, പ്രത്യേകിച്ച് CPM എന്ന് കേട്ടാൽ, മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന് വളരെ കർക്കശമായ നിലപാടുണ്ടായിരുന്നു. നഖശിഖാന്തം എതിർത്തിരുന്നു CPM-നെ. പ്രത്യേകിച്ച് പിണറായി വിജയനെ എതിർക്കുന്നതിൽ മറുനാടൻ മലയാളി കാണിച്ച അത്ര ചങ്കുറപ്പ് വേറെ ഒരു മാധ്യമവും കാണിച്ചിട്ടില്ല. ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകന്റെ ധീരതയെ അവിടെ അഭിനന്ദിക്കുകയും വേണം. അദ്ദേഹം ഒന്നൊഴിയാതെ എല്ലാ ആരോപണങ്ങളിലും പിണറായി വിജയനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തന്നെ വാർത്ത അവതരിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ PV അൻവറിനെ വെച്ചിട്ട് CPM ചെയ്ത കുറേ നിയമക്കുരുക്കുകളും കേസുകളും അങ്ങിങ്ങ് കേസുകളും മിക്കവാറും എല്ലാ ജില്ലകളിലും കേസും അതൊക്കെയായി മറുനാടനെ ഒതുക്കാനൊരു ശ്രമവും PV അൻവറൊക്കെ നടത്തിയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പിണറായിയും CPM-ഉം ഒക്കെ മറുനാടൻ്റെ ആലയിലാണ്. കാരണം മറുനാടനിലെ ഷാജൻ സ്കറിയ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിരുന്നു മറുനാടൻ്റെ എല്ലാ വാർത്തകളും. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ CPM വല്ലാതെ പിന്തുണയ്ക്കുന്നു, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, മറ്റ് ആളുകളെ ഗൗനിക്കുന്നില്ല, ഇത്തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിണറായി വിജയനും എതിർത്തു പറയുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ CPM-കാർ എതിർത്തു പറയുന്നു. ഭൂരിപക്ഷ ഹൈന്ദവർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തിയാലേ വോട്ട് ബാങ്ക് കിട്ടുകയുള്ളൂ, വോട്ട് നേടാൻ കഴിയുകയുള്ളൂ എന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് പിണറായിയും CPM-ഉം മാറുന്നു. ഇത് ശരിക്കു പറഞ്ഞാൽ മറുനാടൻ്റെ എന്താണോ മറുനാടൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേക്ക് CPM എത്തുന്നു എന്നാണ്. അപ്പോൾ മറുനാടൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് CPM ഒപ്പം നിൽക്കുന്നു. ഇതിനിടയിൽ 2-3 മറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയനെ ഷാജൻ സ്കറിയ നിരന്തരം എതിർത്ത് വിമർശിച്ച് വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ്, MR അജിത് കുമാർ ഷാജൻ സ്കറിയയെ സഹായിച്ചു. അതെങ്ങനെയാണ്? ആ ഫോൺ ചോർത്തൽ കേസ്, വയർലെസ് സെറ്റിൽ നിന്ന് കമാൻഡുകൾ മോഷ്ടിച്ച കേസിലൊക്കെ അറസ്റ്റ് വരെ എത്തിയ കാര്യങ്ങൾ MR അജിത് കുമാർ ഇടപെട്ട് തടഞ്ഞു. MR അജിത് കുമാർ ഷാജൻ സ്കറിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നാണ് PV അൻവറിൻ്റെ ഒരു ആരോപണം. അത് എടുത്തു ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ ശത്രു ആരാണ്? അത് പിണറായി വിജയനാണ്. അങ്ങനെ ഒന്നാമത് ശത്രുവായി കാണുന്ന അയാളെ സഹായിക്കാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് പിണറായി വിജയൻ്റെ ആ പത്രസമ്മേളനത്തിൽ, ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ MR അജിത് കുമാറും RSS ബന്ധവും MR അജിത് കുമാറും ഈ ഷാജൻ സ്കറിയ ബന്ധവുമൊക്കെ PV അൻവർ സംശയിക്കുന്നത് പോലെ ശരിയായി വരുന്നു എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി PV അൻവറിനെ തള്ളിക്കളഞ്ഞ ശേഷം മറുനാടൻ മലയാളി ഉയർത്തിയ ആശയങ്ങളിൽ, ആ നിലപാടുകളിലേക്ക് അടുക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ സമവാക്യം അല്ല ഇവിടെ നോക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ദീർഘവീക്ഷണവും എന്നും വേണമെങ്കിൽ പറയാം. അതേ അവസരം തന്നെ പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങളുടെ ശക്തി കുറച്ച് PV അൻവറിനെ കടന്നാക്രമിക്കുന്നതിലായി മറുനാടൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു രീതി. ഇത് മറുനാടൻ സ്ഥിരം വായിക്കുന്ന പ്രേക്ഷകർക്കും മറുനാടൻ കാണുന്ന ആളുകൾക്കുമൊക്കെ വ്യക്തമായി മനസ്സിലാകും. ആ ഒരു നിലപാട് മാറ്റമല്ല, നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉള്ള ഫൈറ്റ്. ഈ ഫൈറ്റിലേക്ക് പിണറായി വിജയനും അതുപോലെ തന്നെ CPM-കാരും വീണ്ടും അണിചേരുമ്പോൾ മറുനാടൻ ഒന്നുകൂടി ശക്തമാവുകയാണ്. അതിഭീകര ശക്തി മറുനാടന് വരും. കാരണം നേരത്തെ ഉണ്ടായ കേസുകളിലൂടെ തന്നെ മറുനാടന് കൂടുതൽ സബ്സ്ക്രിപ്ഷനൊക്കെ വന്നിട്ടേ ഉള്ളൂ, വരുമാനം കൂടിയിട്ടേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ മറുനാടൻ കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ്. PV അൻവർ തകരുകയും ചെയ്യുന്നു. PV അൻവറും പൊളിറ്റിക്കൽ ഇസ്ലാമും തകരുന്നിടത്ത് ഹിന്ദുവാദവും ഒക്കെ ഉയർത്തി CPM പ്രതിരോധം സൃഷ്ടിക്കുന്നു. ആ CPM സൃഷ്ടിക്കുന്ന പ്രതിരോധം മറുനാടൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.